മക്കളെ, ഇന്ന് നമ്മൾ ലോഡ് കയറ്റാൻ വന്നിരിക്കുന്നത് റെഡ് ബുളിൻ്റെ റേസിംഗ് റിങ്ങിനകത്താണ്. ഇതാണ് ഓസ്ട്രിയൻ GP എന്ന് പറയുന്നത്. റെഡ് ബുളിൻ്റെ റേസിംഗ് സർക്യൂട്ട്, ഫോർമുല 1ഉം അതുപോലെ തന്നെ മോട്ടോ GP ഒക്കെ നടക്കുന്ന റേസിംഗ് സർക്യൂട്ടാണ് ഇവിടെ നിന്നാണ് നമുക്കിന്ന് ലോഡ് കയറ്റാനുള്ളത്. ഗ്രാൻഡ് പിറ്റ് സ്റ്റോപ്സ് എന്ന് പറയുന്ന യെല്ലോ ബോക്സസ് ആണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ജസ്റ്റ് ഞാനിപ്പോൾ നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തിയുള്ളൂ. ഇനി ഇതാണ് ഇതിൻ്റെ വെൽക്കം സെൻറ്റർ കേട്ടോ. ഈ വെൽക്കം ടു സെൻറ്ററിൽ കൂടെ നടന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കാഴ്ചകൾ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് ഡെമോൺസ്ട്രേഷൻ വെച്ചിരിക്കുന്നതാണ്. റിയർ സസ്പെൻഷൻ, ഗിയർ ബോക്സ് ഇല്ല കേട്ടോ, ഗിയർ ബോക്സിൻ്റെ കേസിങ് മാത്രമേ ഉള്ളൂ. സസ്പെൻഷൻ, ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ വണ്ടികളൊന്നും ആയിരിക്കില്ല. ഇവിടെ ട്രാക്കിൻ്റെ ഒരു ഡെമോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ട്രാക്കിൻ്റെ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഇതിലും വലുതായിരിക്കും. ഇതവിടെ മുകളിൽ കാണുന്ന സ്കൾപ്ചർ അതിൻ്റെ ഒരു മിനി വെർഷനാണ്. ഇതാണ് നമ്മൾ വെൽക്കം ഡെസ്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന എൻട്രൻസ് ആണിത്. നമ്മളങ്ങനെ റെഡ് ബുളിൻ്റെ സർക്യൂട്ട് ട്രാക്കിൻ്റെ ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നൊരു യെല്ലോ ബോക്സാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു F1 റേസിംഗ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വീക്കെൻഡിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിറ്റെല്ലാം പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഓഗസ്റ്റിൽ നെക്സ്റ്റ് മേജർ ഇവൻറ്റ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാളുകളാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാളുകളാണ്. പിന്നെ ഇതുപോലെ പല സെക്ടേഴ്സ് ഉണ്ട്. ഇത് ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ കാണുന്ന സ്ഥലത്താണ് വണ്ടികളുടെയൊക്കെ ചേഞ്ചിങ് നടക്കുന്നത്. ലൈക്ക് ഫാസ്റ്റായിട്ട് വണ്ടികൾ ഓടി വന്ന് നിർത്തി അതുപോലെ വന്ന് ടയറും മെക്കാനിക്കൽ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പിറ്റ് സ്റ്റോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അങ്ങനത്തെ സ്ഥലങ്ങളാണിത്. ഇവിടെ നിന്ന് യെല്ലോ ബോക്സ് ഗ്രാൻഡ് സ്റ്റാൻഡ്, ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ട ലോഡ്. അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അറ്റത്ത് 2 ചേട്ടന്മാർ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ എൻട്രൻസ്. ഈ പുള്ളിയാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്.
How many crates do you have? Let me check 1 second. So you can see the sculpture here, Red Bull sculpture. And the flags. റേസ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ വളരെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ലോഡിങ് കഴിഞ്ഞു കേട്ടോ. ലോഡിങ് കഴിഞ്ഞ് ഇനി ഈ പ്ലാന്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ് വന്നേക്കുന്നത്. ആ ടോപ്പിൽ നിന്ന് ഇനി താഴത്തേക്ക് പോകണം. പോകുന്ന വഴിയുടെ റോഡ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റിയത്. ഇവിടെ അവരുടെ റെഡ് ബുളിൻ്റെ ഫിഷ് ഫെസ്റ്റൊക്കെ നടന്ന സ്ഥലമാണ് കേട്ടോ. ഈ കണ്ട സ്ഥലത്താണ് എല്ലാ പരിപാടികളും നടന്നത്. ഈ ഇരിക്കുന്ന പോലത്തെ ബോക്സുകളാണ് നമ്മൾ ലോഡ് ചെയ്തത്. ഇവിടെ വെച്ചിരുന്നുണ്ടല്ലേ, ഇതുപോലത്തെ ബോക്സുകളായിരുന്നു നമുക്ക് ലോഡ് ചെയ്യാനുണ്ടായത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോവാണ്. നോക്കാം എത്രത്തോളം വിസിബിലിറ്റി കിട്ടും നോക്കാം. വണ്ടിയുടെ AC-യുടെ ഭയങ്കര ഒരു എരമ്പലുണ്ടായിരുന്നു. ചെറിയൊരു വഴിയിലൂടെയാട്ടോ നമ്മളിങ്ങനെ കയറി വന്നേ. ഈ മുമ്പിൽ കാണുന്ന ആ വഴിയാണ്. കറക്റ്റ് 90 ഡിഗ്രി ഒടിച്ചെടുത്താലാണ് അങ്ങോട്ട് ഇറങ്ങി പോകത്തുള്ളൂ. ചെറിയ കാറുകളൊക്കെ സാധാരണ വരുന്ന വഴിയാണ്. നമ്മുടെ ട്രക്ക് പോകേണ്ട വഴി അപ്പുറ സൈഡിൽ കുറേ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് അത് ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നമ്മളോട് ഈ വഴി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി പോരുകയാണ്. റെഡ് ബുളിൻ്റെ റേസിംഗ്, മോട്ടോ GP, ഫോർമുല 1 തുടങ്ങിയ മത്സരങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമാട്ടോ അത്. TV-യിലും യൂട്യൂബിലൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് ഇവിടെ. ഓസ്ട്രിയൻ GP ആണ് ഇത്. ഓസ്ട്രിയൻ GP ആണ്. പല സ്ഥലങ്ങളിലുണ്ട്. ഓസ്ട്രിയയിലുള്ള റേസിംഗ് സർക്യൂട്ടാണിത്. അല്പം സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കാട്ടോ. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നിറച്ച ആൾക്കാരൊക്കെ ആയിരുന്നു ഇവിടെ. ഇന്ന് ചെറിയൊരു ഇവൻറ്റിൻ്റെ ഇനാഗ്രേഷൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആളുകൾ പോയി. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയതാണ്. പക്ഷേ ലോഡ് കയറ്റാൻ അവർ വിളിച്ചപ്പോഴേക്കും വൈകിട്ട് 5 മണിയായിരുന്നു. ഈ കാണുന്ന ആട്ടോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവരുടെ എൻട്രൻസ്. പിന്നെ മെയിൻ എൻട്രൻസ് ആണിത്. ആദ്യം ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിക്കണല്ലേ. വണ്ടിയിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ട വഴി. ട്രക്കുകൾക്കൊക്കെ നിർത്താനുള്ളൊരു സ്ഥലവും അവിടെ നമുക്ക് ഡ്രൈവർമാർക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം ലോഡിങ് കഴിഞ്ഞ് ഇനി വണ്ടി അവിടെ കൊണ്ട് നിർത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടേ മെല്ലെ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ വന്ന വണ്ടികൾ പലതും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്.
ഏതോ ഒരു ചേട്ടൻ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് കഴുകുന്നുണ്ട്. ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന 2 ബോക്സുകളാട്ടോ, 305ഉം 304ഉം ആണ് നമുക്ക് കുളിക്കാനും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ വണ്ടി എടുക്കുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണ്. ഉള്ള ഫോർക്ക് ലിഫ്റ്റുകളെല്ലാം ഇവിടെയാണ് കൂട്ടിയിട്ടേക്കുന്നത്. ഫോർക്ക് ലിഫ്റ്റ്, ഹൈ ലിഫ്റ്റ്. ഇതാട്ടോ ഇതിൻ്റെ എൻട്രൻസ്. റെഡ് ബുള്ളിൻ്റെ എൻട്രൻസ് ആണിത്. സർവീസ് ആൻഡ് ഗുഡ് ബൈ. അങ്ങനെ താൽക്കാലികമായിട്ട് റെഡ് ബുള്ളിനോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യം അവസാനമായിട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓസ്ട്രിയക്കടായിട്ടോ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രിയയാണ് നമ്മുടെ രാജ്യം. കുറച്ച് ദൂരോടെ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡീസൽ അടിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 170 കിലോമീറ്റർ കഴിഞ്ഞാൽ ഡീസൽ അടിക്കണം. സാധാരണ ഓസ്ട്രിയയിൽ വന്നാൽ നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് ആക്കാനാണ് പതിവ്. ഓസ്ട്രിയയിൽ വന്നാൽ ഡീസൽ നമ്മൾ ഫുള്ളാക്കും. കാരണം ഇവിടെ ഡീസലിന് വില കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇതല്പം ഉൾപ്രദേശമായിരുന്നു, ഗ്രാമം പോലത്തെ ഏരിയയാണ്. സ്പെൽബർഗ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, സ്പെൽബർഗ്. ഇല്ല, റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം പാർക്കിംഗ് ഏരിയാസ് ആണ്. നമ്മുടെ ഈ പുൽമൈതാനം പോലെ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ്. KTMന്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ റൈറ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളുണ്ട്. റെഡ് ബുള്ളിൻ്റെയും KTMന്റെയും ഫെറാറി എല്ലാത്തിൻ്റെ ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റ്, നാവിഗേഷൻ ടേക്ക് ദ നെക്സ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്നത്. വീൻ ഗ്രാസ് വാഗൻ ഫുഡ്. ആ മുകളിൽ പോകുന്ന പാലം
ആണ് ഹൈവേ കേട്ടോ. ആ ഹൈവേയിലേക്കാണ് നമ്മളിപ്പോൾ ജോയിൻ ആവാൻ പോകുന്നത്. അപ്പോൾ ആ ഹൈവേയിലേക്ക് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ്, ഇവിടെയൊക്കെ ഹൈവേയിലേക്കുള്ള പ്രവേശനം ഇങ്ങനെയാണ്. നേരിട്ട് ഓടിച്ചെന്ന് ഹൈവേ കയറാൻ പറ്റില്ല. ഇതുപോലെ ഒരു ആർച്ച് വഴി തിരിഞ്ഞാണ് നമ്മൾ പോയി കയറുന്നത്. Drive for 23 kilometers. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. ഇനി നമുക്ക് നേരെ 10-30 കിലോമീറ്റർ സ്ട്രേറ്റ് ഹൈവേ, അത് കഴിഞ്ഞാൽ വേറെ അടുത്ത സെക്കൻഡ് ഹൈവേയിലേക്ക് കയറും. അവിടെ നിന്ന് വീണ്ടും 100 കിലോമീറ്റർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.